പെരുമ്പാവൂർ ഇത്തവണ ആര് നേടും? വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വലിയ ജയപ്രതീക്ഷ വയ്ക്കുന്ന പെരുമ്പാവൂർ എറണാകുളം ജില്ലയിലാണെങ്കിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. UDFന് ജയപ്രതീക്ഷ വയ്ക്കാൻ കാരണവുമുണ്ട്. കഴിഞ്ഞ തവണത്തെ ഇവിടെ നേടിയ ഭൂരിപക്ഷം തന്നെയാണത്. എന്നിരുന്നാൽ പോലും മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ C. രവീന്ദ്രനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് മണ്ഡലത്തിലെ സാഹചര്യമെല്ലാം മാറിമറിയുമെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. ഇത്തവണ ഇവിടെ ഇടതുപക്ഷവും വിജയപ്രതീക്ഷ വെക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണമെല്ലാം വോട്ടാക്കി മാറ്റുമെന്നാണ് UDF പ്രതീക്ഷ വെക്കുന്നത്. അതേസമയം തന്നെ സാഹചര്യങ്ങളെല്ലാം മാറിമറിയാൻ സാധ്യതയുണ്ടെന്ന് LDFും വിശ്വസിക്കുന്നുണ്ട്. 1,32,274 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ബെന്നി ബെഹനാന് 2019 ലഭിച്ചത്. ഇതിൽ നല്ലൊരു പങ്കും വന്നത് പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിന്നായതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. പെരുമ്പാവൂർ നഗരസഭ ഒക്കൽ, കൂവപ്പടി, വേങ്ങൂർ, മുടക്കുഴ, വെങ്ങോല, രായമംഗലം, അശമന്നൂർ, വാഴക്കുളം തുടങ്ങിയ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം UDFന് അനുകൂലമായിരുന്നു. പെരുമ്പാവൂർ നഗരസഭാ പരിധികളിലെ ബൂത്തുകളിൽ UDFന് 7,626 വോട്ടും LDFന് 4,382 വോട്ടുകളുമാണ് നേടിയത്. BJPക്കാകട്ടെ 3,279 വോട്ടും നേടാനായിരുന്നു. ഒക്കലിൽ ബെന്നി ബെഹനാന് 6,352 വോട്ടാണ് ലഭിച്ചത്. LDFന് 4,235 വോട്ടുമായിരുന്നു. BJP പെരുമ്പാവൂർ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. എന്നാൽ സ്വന്തം വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നുണ്ട് LDF. കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് മാറിയാൽ തന്നെ മികച്ച മത്സരം LDFന് കാഴ്ചവെക്കാനാകുന്നതാണ്. സർവേകളിൽ സംസ്ഥാനത്ത് കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ചാലക്കുടിയുമുണ്ട്. കിഴക്കമ്പലത്ത് അതുപോലെ 2020യുടെ വരവ് UDFന് വലിയ ഭീഷണിയാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. അതേസമയം തന്നെ ക്രിസ്ത്യൻ സഭകളുമായി അടുത്തു നിൽക്കുന്ന ബെന്നി ബെഹനാന് ആ വോട്ടുകളിലാണ് കൂടുതൽ പ്രതീക്ഷ. അതുപോലെ ന്യൂനപക്ഷ വോട്ടുകളിലടക്കം വിള്ളലുണ്ടാക്കിയാൽ LDFന് മണ്ഡലത്തിൽ അപ്രതീക്ഷിത വിജയം നേടാനുമാകും. ചാലക്കുടി മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2008 മണ്ഡല പുനർനിർണയത്തോടെ നിലവിൽ വന്ന ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി. മണ്ഡല പുനർനിർണയത്തോടെ ഇല്ലാതായ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭൂരിപക്ഷം പ്രദേശത്തെയും ഉൾപ്പെടുത്തിയായിരുന്നു ചാലക്കുടി മണ്ഡലം രൂപീകരിച്ചത്. മുകുന്ദപുരം പോലെ തന്നെ UDFന് വ്യക്തമായ മേധാവിത്വമുണ്ടായിരുന്ന ചാലക്കുടി നടൻ ഇന്നസെന്റിലൂടെ ഒരു തവണ ഇടതുപക്ഷവും സ്വന്തമാക്കിയിട്ടുണ്ട്. പനമ്പള്ളി ഗോവിന്ദ മേനോൻ, സാവിത്രി ലക്ഷ്മൺ, PC ചാക്കോ, AC ജോസ് മുതൽ K കരുണാകരൻ വരെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയിട്ടുള്ള മണ്ഡലമായിരുന്നു മുകുന്ദപുരം. മുകുന്ദപുരത്തു നിന്നും വിജയിച്ചവർ മാത്രമല്ല തോറ്റവരും പ്രമുഖർ തന്നെയായിരുന്നു. പത്മജ വേണുഗോപാൽ, P ഗോവിന്ദപിള്ള, P വിശ്വനാഥ മേനോൻ, MA ലോറൻസ് എന്നിവരാണ് മുകുന്ദപുരത്തു നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട പ്രമുഖ നേതാക്കൾ. EMSന്റെ മകനും CPM നേതാവുമായിരുന്ന EM ശ്രീധരനെ പരാജയപ്പെടുത്തിയായിരുന്നു 1999 K കരുണാകരൻ ലോക്സഭയിലേക്ക് വിജയിച്ചത്. ചാലക്കുടിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2008 മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന 2009 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമായിരുന്നു ചാലക്കുടി സീറ്റ് ഉറപ്പിച്ചത്. കോൺഗ്രസിലെ KP ധനപാലനായിരുന്നു അന്നത്തെ വിജയ്. CPMലെ UP ജോസഫിനെതിരെ 70,000-ലേറെ വോട്ട് നേടിയായിരുന്നു ധനപാലന്റെ വിജയം. 2014 ഇന്നസെന്റിനെ സ്വതന്ത്രനായി രംഗത്തിറക്കിയ ഇടത് തന്ത്രം വിജയിക്കുകയും സീറ്റ് UDFന് നഷ്ടമാകുകയും ചെയ്തിരുന്നു. 2019 LDF ഇന്നസെന്റിനെ ഒരിക്കൽ കൂടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മണ്ഡലം തിരികെ പിടിക്കാനായി UDF നിയോഗിച്ചത് ബെന്നി ബെഹനാനെ ആയിരുന്നു. AR രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയുമായിരുന്നു. ഫലം പുറത്തു വന്നപ്പോൾ 1,32,274 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF മണ്ഡലം തിരികെ പിടിച്ചു. ബെന്നി ബെഹനാന് 4,73,444 വോട്ടും ഇന്നസെന്റിന് 3,41,170 വോട്ടുമായിരുന്നു ലഭിച്ചത്. 1,28,996 വോട്ട് നേടിയ AR രാധാകൃഷ്ണൻ മണ്ഡലത്തിലെ BJP വോട്ട് ആദ്യമായി 1,00,000 കടത്തുകയും ചെയ്തു. UDF ഇത്തവണയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ബെന്നി ബെഹനാനിലാണ്.
സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ ഉറപ്പിച്ച അദ്ദേഹം ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ സജീവമായിരുന്നു. മുൻ മന്ത്രിയും ജനകീയ മുഖവുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ രംഗത്തിറക്കിയാണ് CPM ഇത്തവണ കരുത്തുകാട്ടാൻ ശ്രമിക്കുന്നത്. NDAയിൽ BDJSനാണ് ഇത്തവണ ചാലക്കുടി സീറ്റ് കൈമാറിയിരിക്കുന്നത്. K ഉണ്ണികൃഷ്ണനാണ് അവരുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങൾ മാത്രമാണ് LDFന്റെ കൈവശമുള്ളത്. ചാലക്കുടി, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ എന്നിവ UDF മണ്ഡലങ്ങളുമാണ്.